കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ ഉടമയും ഓഫീസ് ജീവനക്കാരെയും തൂങ്ങിമരിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണം. ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽസ് സ്ഥാപനത്തിന്റെ ഉടമയാണ് കോഴിക്കോട് സ്വദേശിയായ അലി. ഇയാൾക്കൊപ്പമാണ് പള്ളിക്കൽ സ്വദേശിയായ ദിവ്യമോളെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥാപനത്തിൽ തന്നെയാണ് ഇരുവരും തൂങ്ങിമരിച്ചത്. 1 വർഷമായി ഇവിടെ തുണിക്കട നടത്തിവരികയാണ് അലി. പ്രദേശത്തെ മറ്റ് വ്യാപാരികളുമായി ഇദ്ദേഹത്തിന് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. ഉദ്ഘാടന വേളയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായി ബന്ധപ്പെട്ടത്. ഇത് പ്രകാരം ഉദ്ഘാടനത്തിന് നേതാക്കൾ പങ്കെടുത്തിരുന്നു. ആയൂരിൽ ജനത്തിരക്കുള്ള സ്ഥലത്തായിരുന്നില്ല സ്ഥാപനത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അധികമാർക്കും തന്നെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തതകൾ ഒന്നും തന്നെയില്ല. കടയിലെ മാനേജറാണ് ദിവ്യമോൾ. അലിയുമായി ഇവർ അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്ന് മറ്റുള്ള ജീവനക്കാർ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്. സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരെക്കാൾ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ദിവ്യമോളെ അലി ഏൽപ്പിച്ചിരുന്നു. ഇന്നലെ ദിവ്യമോൾ വീട്ടിൽ ചെന്നിരുന്നില്ല. ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരും കോയമ്പത്തൂരും പോയി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പർച്ചേസിന് പോയിരിക്കാമെന്നാണ് വീട്ടുകാർ കരുതിയത്. എന്നാൽ ഫോണിലും വിളിച്ചിട്ട് കിട്ടാതെ പിന്നീട് വീട്ടുകാർ തെരച്ചിൽ തുടങ്ങി. ഇന്ന് രാവിലെ ഷോപ്പിലെത്തിയ മറ്റു ജീവനക്കാർ ഷോപ്പ് അടച്ചിരുന്നതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോഴാണ് അകത്ത് ഇരുവരും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. 2 ഫാനിലായിട്ടാണ് ഇവർ ജീവനൊടുക്കിയത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതേസമയം പ്രാഥമിക നിഗമനം ഇരുവരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ്. മറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചടയമംഗലം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. മരിച്ച ദിവ്യ 2 പെൺകുട്ടികളുടെ മാതാവാണ്. അതേസമയം ഈ സ്ഥലത്തു നിന്ന് ആത്മഹത്യാക്കുറിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൊബൈൽ ഫോണുകളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും ദിവ്യമോളെ തന്നെയായിരുന്നു അലി ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട്. കൂടുതൽ അന്വേഷണം ഈ ഒരു കേസിൽ വേണ്ടിവരും. 2 പേരുടെ മരണം ആയൂരിലെ വ്യവസായികളെയും ജീവനക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഇവരെക്കുറിച്ചും അധികമാർക്കും അറിയില്ല എന്നതാണ് പ്രധാന കാരണം. ആൾത്തിരക്കൊക്കെ കുറഞ്ഞ ഒരു ഭാഗത്തായിരുന്നു ഈ സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത്. അതേസമയം മറ്റുള്ള ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. ദിവ്യമോളുടെ വീട്ടുകാരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം അലിയുടെ വീട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. സംഭവത്തിൽ കൂടുതലും അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇരുവരുടെയും മൊബൈൽ ഫോണുകളൊക്കെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.